പഞ്ചായത്ത് എന്നും അഴിമതിയാണ്, എന്നും തട്ടിപ്പാണ്. അഴിമതി കാട്ടി വിലസുമ്പോൾ അർഹരെ ഒഴിവാക്കി അനർഹരായവർക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തതെന്നാരോപിച്ച് കരുവാരകുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 17 SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തതിലാണ് ക്രമക്കേട് നടന്നതായി ആരോപണമുയർന്നത്. ജില്ലാ പഞ്ചായത്ത് 6 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് 4 ലക്ഷം രൂപയുമാണ് ഇതിനായി നീക്കിവെച്ചത്. എന്നാൽ അർഹരായ ആളുകളെ ഒഴിവാക്കി അനർഹർക്ക് ലാപ്ടോപ്പ് നൽകിയെന്ന് ആരോപിച്ചാണ് ലീഗ് മെമ്പർമാർ ബഹളം വെച്ചത്. പ്രതിപക്ഷത്തെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീറ്റിംഗില് ഞങ്ങൾ ഇതിൽ അങ്ങോട്ട് നടക്കണം. നിങ്ങൾ സ്വന്തം മീറ്റിംഗ് സ്വകാര്യ മീറ്റിംഗ് കൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കണം. ഇതിപ്പോ ഓരോ വാർഡ് ഓരോ ആൾക്കാർക്ക് കൊടുക്കാൻ 21 വാർഡുകൾ ഓരോ ആൾക്കെങ്കിലും എടുത്ത വാർഡ് അതല്ല ചെയ്യേണ്ടത്. മാനദണ്ഡം നോക്കിയിട്ട് ഒരു വാർഡ് ഒരാൾക്കെങ്കിലും ലാപ്ടോപ്പ് കൊടുക്കണം. അതല്ല ചെയ്യേണ്ടത്. ഒരു വാർഡിൽ ഒരാൾക്കെങ്കിലും ലാപ്ടോപ്പ് കൊടുക്കണം. അപേക്ഷയില്ലാതെ ഒരിക്കലും കുട്ടിയുടെ പേര് മിനിറ്റ്സിലേക്ക് വരും. അയാള് പറയുന്ന പൊട്ടത്തര എന്തറിയോ? അയാൾ ഇയാളെ ലാപ്ടോപ്പ് കൊടുക്കാതെ വിളിച്ചിരിക്കാം. എന്നിട്ട് വാർഡ് മെമ്പർ അപേക്ഷ അങ്ങനെയാണ്. അയാൾക്കെന്ത് ദൈവശക്തിയൊന്നുമില്ലല്ലോ. അതെ, ഇവനെ വിളിച്ചേക്കും ഇവനെ വിളിച്ചു വെച്ചിട്ട് അപേക്ഷ ഇല്ലാന്നും പറയാം വാർഡ് മെമ്പർ. അത് തെറ്റല്ലേ? അതുകൊണ്ട് 16 പറയും ഒരു മെസ്സേജ് ഇടാം. എന്തൊക്കെ സൗകര്യം ഒരു വട്ടം പഞ്ചായത്ത് പ്രസിഡന്റ്. തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ ധിക്കാര നടപടിയിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലും ധർണ നടത്തി. ലീഗ് കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് N ഉണ്ണീൻകുട്ടി, MK മുഹമ്മദ് അലി, വാർഡ് മെമ്പർ ഫൗസിയ, AK ഹംസക്കുട്ടി, PK നാസർ എന്നിവർ പ്രസംഗിച്ചു. സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും മറിച്ചു നൽകും ഭരണസമിതി. LDF-ൻ ഭരണസമിതി നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തുപോ. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി 3.5 വർഷം 4 വർഷത്തോളമായി കരുവാരക്കുണ്ടിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭരണസമിതിയുടെ ഓരോ സാമ്പത്തിക വർഷവും നടക്കുന്ന പദ്ധതികളിൽ വ്യക്തമായ അഴിമതികൾ, ചുള്ളിയോട് കുളം നിർമ്മാണമാണെങ്കിലും അതുപോലെ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതിലുമൊക്കെ പച്ചക്ക് പരസ്യമായ അഴിമതി തെളിഞ്ഞു വന്നതാണ്. അന്വേഷണ റിപ്പോർട്ടുകളിലും മറ്റുമൊക്കെ അഴിമതിയുണ്ട് എന്ന് ഉദ്യോഗസ്ഥന്മാർ പരസ്യമായി പറയുകയും അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇവിടെ ആഞ്ഞടിക്കുകയും ചെയ്തു. മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുമൊക്കെ ഇവിടെ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്റിനെ പോലെ തന്നെ കരുവാരക്കുണ്ടിലെ പഞ്ചായത്ത് ഭരണസമിതിയിലെ രാഷ്ട്രീയ താല്പര്യക്കാരായ CPM-ൻ്റെ താല്പര്യക്കാരായ ആളുകളുടെ നേതൃത്വത്തിൽ പ്രസിഡന്റിനെ നോക്കുകുത്തിയായി നടത്തുന്ന ഈ ഭരണസമിതി
ചെയ്തുകൊണ്ടിരിക്കുന്ന അഴിമതി വീണ്ടും വീണ്ടും തുടരുകയാണ്. അതിൻ്റെ ഇപ്പോഴത്തെ ഉദാഹരണമാണ് ഇന്ന് ഇങ്ങനെ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കുവാനുണ്ടായ കാരണമായിട്ടുള്ളത്. ഈ 2023-24 വാർഷിക പദ്ധതിയിൽ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യാൻ പദ്ധതി വെച്ചു. ആ പദ്ധതിക്ക് പ്രോജക്റ്റ് അംഗീകാരമായി. ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അപേക്ഷകൾ ക്ഷണിച്ചു. കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി 41ഓളം അപേക്ഷകൾ കരുവാരക്കുണ്ട് പഞ്ചായത്തിന് ലഭിച്ചു. ആ 41 അപേക്ഷകൾ പരിശോധിച്ച് പദ്ധതിയുടെ അംഗീകാരം കിട്ടിയ മുറക്ക് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി 24/8/23 ചേർന്ന യോഗ തീരുമാനത്തിലെ 1-ാം നമ്പർ തീരുമാനമായി ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാനും തീരുമാനിച്ചു. ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് 41 ആളുകളുടെ ലിസ്റ്റ് വാർഡ് ബേസിൽ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ 1 മുതൽ 41 വരെയുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തി. ബോർഡ് തീരുമാനമെടുത്തു, മിനിറ്റ്സിലും എഴുതി അത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുമ്പോൾ അത് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്ന സമയം വന്നു. ഈ പദ്ധതിക്ക് പണം വെച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഈ ഡിവിഷനിലെ മെമ്പർ ലീഗിൻ്റെയും UDFിൻ്റെയും മെമ്പറാണ്. ആ മെമ്പറുടെ പരിശ്രമ ഫലമായും ഞങ്ങളെ മുസ്ലിം ലീഗ് പാർട്ടിയൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടും 6 ലക്ഷം രൂപ ഈ കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ 6 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്താണ് അതിലേക്ക് നൽകിയിട്ടുള്ളത്. 4 ലക്ഷം രൂപ മാത്രമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ വിഹിതം. അങ്ങനെ 10 ലക്ഷം രൂപ കൊണ്ട് കമ്പ്യൂട്ടർ വാങ്ങാൻ അതിൻ്റെ ഗുണഭോക്താക്കളെ ലിസ്റ്റ് കൊടുത്ത് അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ പുന്നക്കാട് മോഡൽ LP സ്കൂളിലെ HMനെയാണ് ഇംപ്ലിമെൻ്റ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് 41 ആളുടെ ലിസ്റ്റ് കൊടുത്തപ്പോൾ ആ ലിസ്റ്റിൽ ഭരണസമിതിയുടെ താല്പര്യമുള്ള മെമ്പർമാർ, CPMൻ്റെ മെമ്പർമാർ, രാഷ്ട്രീയ താല്പര്യമുള്ളവർ ഇടപെട്ടുകൊണ്ട് ഈ ലിസ്റ്റ് അട്ടിമറിച്ചിരിക്കുകയാണ്. അതാണ് ഈ സമരത്തിന് ആധാരമായിട്ടുള്ളത്. 41 ആളുകളുടെ ലിസ്റ്റ് ബോർഡ് ഭരണസമിതി അംഗീകരിച്ച് ഇംപ്ലിമെൻ്റ് ഓഫീസർക്ക് കൊടുക്കുമ്പോൾ ഇംപ്ലിമെൻ്റ് ഓഫീസർ അതിൽ എത്ര കമ്പ്യൂട്ടർ ഉണ്ടോ ആ കമ്പ്യൂട്ടർ എത്ര കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ പറ്റും, 10 ലക്ഷം കൊണ്ട് അദ്ദേഹം പറഞ്ഞത് 16 കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ്. കമ്പനിയുടെ പ്രൈസ് അനുസരിച്ച് അവർ വാങ്ങുമ്പോൾ 10 ലക്ഷം കൊണ്ട് 16 കമ്പ്യൂട്ടറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 41 ആളുകളുണ്ട്. ഈ 16 ആളുകൾ ആരാണെന്ന് ബോർഡ് തീരുമാനിക്കണം. ബോർഡ് തീരുമാനിച്ച് ആ 16 ആളുകളുടെ ലിസ്റ്റ് അദ്ദേഹത്തിന് കൊടുക്കുന്നതിന് ബദലായി 41 ആളുകളുടെ ലിസ്റ്റിൽ നിന്ന് ഇവരുടെ രാഷ്ട്രീയ താല്പര്യം വെച്ച്, മെമ്പർമാരുടെ പ്രത്യേക താല്പര്യം വെച്ച് അവരുടെ വാർഡുകളിൽ അവരുടെ ആളുകൾക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി എന്നതാണ് ഇതിൽ നടത്തിയിട്ടുള്ള തിരിമറി. ഇത് ഗുരുതരമായ ആരോപണമാണ്. ഇത് ഗുരുതരമായ ക്രമക്കേടാണ്. ഇത് ശക്തമായ ആരോപണമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിനെ CPMന് എന്ത് പറയാനുണ്ട്, ഭരണസമിതിക്ക് എന്ത് പറയാനുണ്ട്, ഇംപ്ലിമെൻ്റ് ഓഫീസർക്ക് എന്ത് പറയാനുണ്ട് എന്ന് ഞങ്ങൾക്കറിയണം. ഇംപ്ലിമെൻ്റ് ഓഫീസറെ ഞങ്ങൾ നേരിൽ പോയി കണ്ടു. അദ്ദേഹത്തിന് വ്യക്തമായൊരു മറുപടിയില്ല. സാധാരണ ചെയ്യേണ്ടത് അപേക്ഷ പരിശോധിച്ച് 41 ആളുകൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഇതിൽ നിന്ന് ആരാണ് ഗുണഭോക്താക്കൾ, വാർഡ് ബേസിൽ നിങ്ങൾ തീരുമാനിച്ച് തരണമെന്ന് പറഞ്ഞ് ബോർഡിനോട് തിരിച്ചു കൊടുക്കുകയും ബോർഡ് വ്യക്തമായ ബോർഡ് അതിനുവേണ്ടി മീറ്റിംഗ് കൂടി വാർഡ് മെമ്പർമാരുടെ അഭിപ്രായം കേട്ട് ഗുണഭോക്താക്കളെ തീരുമാനിച്ച് 16 ആളുടെ പ്രയോറിറ്റി ലിസ്റ്റ് അദ്ദേഹത്തിന് കൊടുക്കുന്നതിന് ബദലായി 41 ആളുകളെ മെമ്പർമാരെ നോക്കുകുത്തികളാക്കി, UDFിൻ്റെ മെമ്പർമാരെ, മുസ്ലിം ലീഗിൻ്റെ മെമ്പർമാരെ ഒക്കെ നോക്കുകുത്തികളാക്കി ഇടതുപക്ഷക്കാരനായ മെമ്പറും അവർക്ക് താല്പര്യമുള്ളവരെ കൂട്ടിപ്പോയി അദ്ദേഹത്തെ സ്വാധീനിച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തിരിക്കുക.
2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതിൽ 41 ആളുകളുടെ ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിച്ച്, അതായത് ഭരണസമിതി അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇവർ ചെയ്തത് 1 മുതൽ 16 വരെ ക്രമപ്രകാരമായിരുന്നു ഉൾപ്പെടുത്തേണ്ടത്. പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. അർഹതയ്ക്ക് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്കാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇവിടെ ഇത്രയും ഇത്രയും വലിയൊരു പ്രതിഷേധത്തിന് കാരണം. അർഹതയുള്ള കുട്ടികൾ, അതായത് ഡിഗ്രി ഫൈനൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇനി ഒരു ചാൻസ് ഇല്ല. അവരെ കൂടി ഉൾപ്പെടുത്താതെ ഇങ്ങനത്തെ ഒരു ഭരണസമിതി ചെയ്തതിന് ഞങ്ങൾക്ക് തീർത്തും പ്രതിഷേധമുണ്ട്. വളരെ ഗുരുതരമായ കുറേ കാലങ്ങളായി നമ്മുടെ ഈ പഞ്ചായത്ത് ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. പ്രിയമുള്ളവരെ, ഈ ഫണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ 10 ലക്ഷം രൂപ വകയിരുത്തിയ ഒരു പദ്ധതിയിൽ 6 ലക്ഷം രൂപ വിഹിതം മാറ്റിവെച്ച ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇത് വിതരണം നടത്തിയത്. അവരെ ഒന്ന് ക്ഷണിക്കുക പോലും ചെയ്തില്ല. പരാതിയായി ഇന്ന് സൂചിപ്പിച്ചു. ഇതിൻ്റെ ഭീമമായ സംഖ്യ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് അനുവദിച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇത് അറിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ജില്ലാ പഞ്ചായത്തിനോടൊപ്പം തന്നെ നമ്മളുടെയൊക്കെ ഡിവിഷനിൽ കോടിക്കണക്കിന് രൂപയുടെ കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ കഴിഞ്ഞ ഒരു വർഷം 1,23,00,000 രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കിയത്. അത്തരത്തിൽ നമ്മുടെ നാട്ടിൽ വികസന വിപ്ലവം തീർക്കുന്ന പ്രതിനിധികളെ മാറ്റി നിർത്തി കക്ഷിയുത്വത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. വളരെ ഗുരുതരമായ ഒരുപാട് സംഗതികളുണ്ട്. നമുക്ക് വരും കാലങ്ങളിൽ സമരത്തിൻ്റെ മാർഗത്തിലേക്ക് നീങ്ങേണ്ടി വരും. ഞാൻ കേട്ടത്, പ്രിയപ്പെട്ടവരെ, ലൈഫ് ഭവന പദ്ധതി ഇതുപോലെയുള്ള വലിയ അഴിമതി ഇടതുപക്ഷം ഈ ഭരണസമിതി നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന് 3 ബെഡ്റൂമും അതുപോലെ തന്നെ 1,200ഓളം സ്ക്വയർ ഫീറ്റർ വീതിയുള്ള വലിപ്പമുള്ള 1,500ഓളം സ്ക്വയർ ഫീറ്റർ വലിപ്പമുള്ള ഒരു വീട്. ആ വീടിന് ഫണ്ട് വെച്ചിട്ട് ഓട് മാത്രം ഇറക്കി ഫണ്ട് വെച്ചിട്ടുണ്ട് ഈ ഭരണസമിതി മെമ്പറെ കൂട്ടുപിടിച്ചുകൊണ്ട്. വീടില്ലാതെ സ്ഥലം വാങ്ങിയവരുണ്ട്. വീടും സ്ഥലവും ഇല്ലാതെ വാടക കൊട്ടിടത്തിൽ പാർക്കുന്ന 100 കണക്കിന് മനുഷ്യരുണ്ട് കരുവാരകുണ്ട് പഞ്ചായത്തിൽ. അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് താമസിക്കാൻ വാസയോഗ്യമായ കെട്ടുറപ്പുള്ള അടച്ചുറപ്പുള്ള വീടുള്ള ആളുകൾക്ക് സ്വാധീനം വെച്ച് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തൻ പ്രമാണിത്വവും അല്പം സ്വാധീനമൊക്കെ ഉണ്ട് എന്ന് സ്വയം അഹങ്കരിക്കുന്ന ചില മെമ്പർമാർ, കൂടുതൽ കരുത്തുള്ളവർ കാര്യങ്ങൾ നോടുന്നു. ഈ വിഷയത്തിലും ലാപ്ടോപ്പ് വിഷയത്തിൽ ഒരു വാർഡിലേക്ക്, സ്വന്തം കണ്ണത്ത് വാർഡ് 9-ാം വാർഡിലേക്ക് 16 ലാപ്ടോപ്പിൽ 7 ലാപ്ടോപ്പും പോയത് അങ്ങട്ടാ. അപ്പോൾ ബാക്കിയുള്ള നമ്മളെ മെമ്പർമാരോ വാക്കോട് കിഴക്കേത്തിലടക്കമുള്ള വാർഡുകളിൽ ഈ സാധനം തന്നെ അറിഞ്ഞിട്ടില്ല, കിട്ടിയിട്ടില്ല, ആ വാർഡിൻ്റെ പേരും അതിലില്ല. അപ്പോൾ നമ്മുടെ വാർഡുകളെ ഒരു ജനാധിപത്യ പ്രസിഡന്റിൻ്റെ വാർഡിൽ ഒന്നുണ്ട്, 2-ാം വാർഡിൽ ആദ്യത്തെ ആൾ 2-ാം വാർഡാണ്, പ്രസിഡന്റിൻ്റെ വാർഡാണ്. ആ ഒരു ലാപ്ടോപ്പ് അവർക്കുള്ളത്. അപ്പോൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്ന ഈ വികസനവും ഈ വികസനത്തിൻ്റെ പേരിൽ കൈയിട്ട് വാരാനുള്ള ശ്രമവും അതിശക്തമായി മുസ്ലിം ലീഗ് പാർട്ടി ശക്തമായി ചെറുക്കുക തന്നെ ചെയ്യും. വരുന്ന ആളുകളിൽ അത്തരം സമരമുറകളിൽ മുഴുവൻ ആളുകളുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള കാർഷിക ഉപകരണങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുന്ന അഗ്രി സൂപ്പർ മാർക്കറ്റ് കരുവാരക്കുണ്ട് സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിത്ത് മുതൽ വിളവെടുപ്പ് വരെ കർഷകർക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. തിരഞ്ഞെടുത്ത മോഡലുകൾ ലളിതമായ കാർഷിക വായ്പാ തവണ വ്യവസ്ഥയിൽ ലഭ്യമാണ്. അഗ്രി സൂപ്പർ മാർക്കറ്റ് സർവീസ് സഹകരണ ബാങ്ക് ബിൽഡിംഗ് കരുവാരക്കുണ്ട്, അങ്ങാടി.